ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരാഴ്ചത്തെ തുണി ഒന്നിച്ച് മടക്കി വെക്കുന്ന എന്നെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ അന്നന്ന് മടക്കി വെച്ചൂടേന്നുള്ളത്. അയലിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ മടക്കിയിട്ട് എടുക്കുക. ഒരു ദിവസം മടക്കിയിട കൊണ്ടുവച്ചു. അന്ന് എനിക്ക് എടുത്തു വെക്കാനൊരു മടി. പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾക്ക് മക്കൾ അതിൽ നിന്ന് തുണി എല്ലാം വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അന്ന് തുണി മടക്കി കൊണ്ടുവെക്കുമ്പോൾ ഇതുകൂടി മടക്കി വെക്കണ്ടേ, നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് അടവെച്ചു. പിറ്റേ ദിവസം അതേപോലെ തന്നെ. അങ്ങനെ ഓരോ ദിവസത്തതും കൂട്ടി ഇപ്പോൾ ഒരാഴ്ചത്തെ തുണിയാണ് നീങ്ങി കാണുന്നത്. ആലോചിക്കുമ്പോൾ ഇപ്പം എനക്കെന്നെ കുറ്റബോധം തോന്നുന്നുണ്ട്. അന്നന്നത്തത് അന്ന് തന്നെ മടക്കി ഷെൽഫിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണി ഉണ്ടാവട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഓരോരാളത് സെപ്പറേറ്റ് മടക്കി അതിൽ നിന്ന് ഓരോരാളതും നല്ലതും മോശവും മാറ്റി അങ്ങനെയൊക്കെ വെക്കേണ്ട പണിയുണ്ട്. ഇന്ന് സൂംബ ക്ലാസ്സിനും പോകണം. അപ്പോൾ ഇപ്പോൾ സമയം ആകെ 20 മിനിറ്റാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് മടക്കിയിട്ട് ഇന്നും വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രാന്താവൂട്ട. ഇത് വാരിക്കട്ടിലിടും, അത് വീണ്ടും വാരി കസേരയിലിടും, വീണ്ടും വാരിക്കട്ടിലിടും, മോള് കിടക്കുമ്പം വാരി കസേരയിലിടും. ഇത് ഇങ്ങനെ തുടർന്ന് പോകാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇനിയൊരു മോചനം കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കെന്നെ തലക്ക് ഭ്രാന്ത് പിടിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം മടക്കി ഒതുക്കി അവരവരുടെ ഷെൽഫിൽ അവരവരുടെ സ്ഥാനത്ത് സെപ്പറേറ്റ് നല്ലതും മോശവും ബോംബിടുന്നതും അങ്ങനെയുള്ളത് എല്ലാം മാറ്റി ഒതുക്കി എടുത്ത് വെച്ചാലും 2 ദിവസം കഴിഞ്ഞ് ആ ഷെൽഫിലേക്ക് നോക്കിയ അവസ്ഥ പഴയത് തന്നെ. എല്ലാം വേലിച്ചു വാരി നിരത്തി നല്ലതും മോശവും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇവരോട് വെറുതെ ഇരിക്കുമ്പോൾ 2 തുണി മടക്കി ഒതുക്കി വെക്കുമെന്ന് പറഞ്ഞാൽ അവർക്കതൊന്നും പറ്റില്ല. ഇവിടെയെല്ലാം കയ്യെത്തേണ്ട നമ്മളതാണ്. അപ്പം പിന്നെ എവിടെയാ തലക്ക് ഭ്രാന്ത് പിടിക്കാണ്ടിരിക്കുക. എൻ്റെ സോക്സ് കാണുന്നില്ല, എൻ്റെ ടവല് കാണുന്നില്ല, എൻ്റെ യൂണിഫോം കാണുന്നില്ല. രാവിലെ എണീച്ചാൽ പാടാൻ വേണ്ടി തുടങ്ങൂട്ടാ. എല്ലാം കണ്ണിൻ്റെ മുന്നിലുണ്ടെങ്കിലും അവർക്കത് ആ സമയത്ത് കാണൂല. അന്നേരം ഈ തിരക്കിനടക്ക് ഞാൻ എന്നെ ഓടി വരണം. അതുകൊണ്ടാണ് ഓരോന്ന് അടുക്കി പറക്കി അവരവർക്ക് ഓരോ ഷെൽഫും കാര്യങ്ങളും കൊടുത്ത് ആടിങ്ങനെ വെച്ചിട്ടുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവരെല്ലാം വലിച്ച് വാരി നിരത്തിയിടും. പക്ഷേ മക്കളെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി സനീഷേട്ടൻ്റെ തുണിയാണ് മടക്കി വെക്കുന്നത്. അത് സെപ്പറേറ്റ് ഈ ഒരു റൂമിലാണ് കേട്ടോ. അതുകൊണ്ട് അതെപ്പോൾ അവിടെ നനങ്ങൂല. അത് എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ ഉണ്ടാവും. മക്കളത് മാത്രമാണ് ഇങ്ങനെ വലിച്ച് വാരി നിരത്തിയിട്ടിട്ടുണ്ടാവുക. അപ്പം അതെടുത്ത് വെക്കാൻ എനിക്ക് പ്രശ്നമേ ഇല്ല. ഇതിപ്പോൾ മടക്കി വെച്ചാൽ അടുത്ത തുണി എടുത്ത് കൊണ്ടുവരുമ്പോൾ മാത്രം അത് മടക്കി വെക്കേണ്ട ഇതേ വരുന്നില്ലോ. അല്ലാണ്ട് ഈടില്ലതെല്ലാം വലിച്ചു വാരി ഇട്ട് മടക്കി എടുത്ത് വെക്കേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഈ തുണിയും കൂടി മടക്കി വെച്ചാൽ തുണി മടക്കൽ പരിപാടി തീർന്നു കേട്ടോ. സനീഷേട്ടനായാലും ഞാനായാലും മക്കളായാലും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇസ്തിരി ഇടാൻ തോന്നിയാൽ ഇസ്തിരി ഇടും പോവും. അല്ലാണ്ട് എല്ലാം ഇങ്ങനെ ഇസ്തിരി ഇട്ടെടുത്ത് മടക്കി ഒതുക്കി അങ്ങനെ വെക്കുന്ന ആ ഒരു ശീലമൊന്നുമില്ല. ഷർട്ടെല്ലാം ഇങ്ങനെ തന്നെ അലക്കിയെടുത്ത പോലെ തന്നെ ഹാങ്ങറിലാടി ഇട്ട് വെക്കും. അതിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്യും, അതെടുക്കും, ഇസ്തിരി ഇടും, പോവും. അങ്ങനെ എൻ്റെ തുണിമടക്കൽ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞു.